ഗോൾഡൻ ഗ്ലോബിൽ ഇന്ത്യൻ ചലച്ചിത്ര പ്രേമികൾക്ക് നിരാശ. 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യക്ക് പുരസ്കാരമില്ല. പായൽ കപാഡിയ സംവിധാനം ചെയ്ത ചിത്രത്തിന് മികച്ച ഇംഗ്ലീഷ് ഇതര ഭാഷാ ചലച്ചിത്രത്തിനുള്ള അവാർഡിനാണ് മത്സരിച്ചത്. ഫ്രഞ്ച് ചിത്രം എമിലിയ പെരസിനാണ് പുരസ്കാരം. ഐ ആം സ്റ്റിൽ ഹിയർ, ദ സീഡ് ഓഫ് ദ സേക്രഡ് ഫിഗ്, എമിലിയ പെരസ് എന്നീ ചിത്രങ്ങൾക്കൊപ്പമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അവാർഡിനായി മത്സരിച്ചത്. പുരസ്കാരം ലഭിച്ചെങ്കിലും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ചരിത്രം സൃഷ്ടിച്ചു. ചിത്രം 3 ബാഫ്റ്റ അവാർഡുകൾക്കും നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് അക്കാദമി 2024 ബാഫ്റ്റ ഫിലിം അവാർഡുകൾക്കുള്ള പട്ടിക പുറത്തിറക്കിയത് അടുത്തിടെയാണ്. മികച്ച സംവിധായകൻ, ഒറിജിനൽ തിരക്കഥ, ഇംഗ്ലീഷ് ഭാഷയിലല്ലാത്ത മികച്ച ചിത്രം എന്നീ വിഭാഗങ്ങളിലാണ് നാമനിർദ്ദേശം ചെയ്തത്. കഴിഞ്ഞ മാസം നടന്ന ക്രിട്ടിക്സ് ചോയ്സ് അവാർഡുകൾ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള നോമിനേഷനും ചിത്രം നേടിയിട്ടുണ്ട്. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രമായി ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടത് ചരിത്രമായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.